കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഭാര്യയും പ്രതികളായ മുഡ അഴിമതി കേസിൽ 100 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. കേസിൽ ഇതുവരെ 400 കോടി രൂപയുടെ വസ്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. രാജ്യത്തെ കർണാടകയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ ഭാര്യ പാർവതിയും പ്രതികളായ മൂഡ ഭൂമി ഇടപാട് കേസിലാണ് ഇഡിയുടെ പുതിയ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ മൈസൂരു നഗര വികസന അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള 100 കോടി രൂപ മൂല്യം വരുന്ന 92 വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. അത് ഇഡി തന്നെ അറിയിക്കുന്നുമുണ്ട്. അതിൽ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റുകാരുടെയും അതോടൊപ്പം തന്നെ ഇടനിലക്കാരുടെയും ഒക്കെ ഭൂമി കണ്ടുകെട്ടിയിരുന്നു. ഏകദേശം 300 കോടി രൂപ വിലമതിക്കുന്ന ആ ഭൂമി കണ്ടുകെട്ടിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ 100 കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ കൂടി ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. അതായത് മൈസൂരു നഗര വികസന അതോറിറ്റിയുടെ 50-50 പദ്ധതിയുടെ ഭാഗമായി അതിൽ അനധികൃതമായി ഭൂമി തട്ടിയെടുത്തു എന്നതായിരുന്നു ഈ കേസ്. അതിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഭാര്യ പാർവതി എന്നിവർ പ്രതികളാണ്. ഭാര്യയുടെ പേരിൽ നൽകിയിട്ടുള്ള ഭൂമി, അതായത് മൂല്യം കുറഞ്ഞ ഭൂമി നൽകി പിന്നീട് വലിയ മൂല്യമുള്ള പ്ലോട്ടുകൾ കൈക്കലാക്കി എന്നായിരുന്നു കേസ്. അതിൽ കൂടുതൽ റിയൽ എസ്റ്റേറ്റുകാരും മറ്റിടപാടുകാരും ഇത്തരത്തിൽ അനധികൃതമായി ഭൂമി കൈക്കലാക്കി എന്ന കണ്ടെത്തലൊക്കെ ഇഡിയുടെ ഉണ്ടായിരുന്നു. അതിന്റെ നടപടികളാണ് ഇപ്പോൾ 500 കോടി രൂപയിലധികം വരുന്ന അഴിമതിയാണ് എന്നതായിരുന്നു ഇഡി നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അതേ തുടർന്നുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ ഇഡി സ്വീകരിച്ചു വരുന്നത്. ആദ്യഘട്ടത്തിൽ ലോകായുക്ത രജിസ്റ്റർ ചെയ്ത കേസാണ്. അത് പിന്നീട് ഇഡി ഏറ്റെടുക്കുകയായിരുന്നു. ഇഡിയുടെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ഭൂമി അതോടൊപ്പം തന്നെ മറ്റു വസ്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. ശരി, അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കർണാടകയിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക്, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച കേസാണിത്. അതിലാണ് ഇപ്പോൾ ഇഡിയുടെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. സിദ്ധരാമയ്യയും ഭാര്യയും പ്രതികളായ മുഡ ഭൂമി അഴിമതി കേസിൽ 100 കോടി രൂപയുടെ സ്വത്തുക്കൾ കൂടി ഇഡി കണ്ടുകെട്ടിയിരിക്കുകയാണ്.